ഓക്കെ, എന്തായാലും അത് തുറന്നിങ്ങനെ പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടായിരുന്നു. അല്ല, സുജയ പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും പറഞ്ഞല്ലോ തുറന്നിങ്ങനെ ഒരാൾ പറയുന്നു എന്നുള്ളത്. ഒരു കാര്യം എന്താ അറിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, RSS എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ പ്രത്യയശാസ്ത്രം രൂപീകരിച്ചത് പരുവപ്പെടുത്തിയത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് സ്വദേശീയമായ ഒരു ആശയമേ അല്ല. അത് ഞാനല്ല പറയുന്നത്, ഹെഡ്ഗേവാർ പറഞ്ഞിട്ടുണ്ട്, BS മൂഞ്ചെ പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം എനിക്ക് കിട്ടുന്നത് ഇറ്റലിയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണോ ഇറ്റലിയിൽ ഫാസിസം, എങ്ങനെയാണോ ജർമ്മനിയിൽ നാസിസം, അതുപോലെ ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ ഒരു പ്രവർത്തന പദ്ധതി വേണം. എങ്ങനെ? ഇറ്റലിയിൽ ഫാസിസം പോലെ, ജർമ്മനിയിൽ നാസിസം പോലെ ഇന്ത്യയിലൊരു സംഘടന വേണം, അതിനൊരു പ്രത്യയശാസ്ത്രം വേണം. ആ പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് മാറിയത്. അതായത് ആശയപരമായത് സ്വദേശിയല്ല, അതിലേതെങ്കിലും തരത്തിൽ രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് മാപ്പ് പറയാതെ പുറത്തു വന്നൊരു രാഷ്ട്ര നേതാവ് പോലും RSSലില്ല. ഒരാളില്ല. നമ്മൾ 2-3 പേരുടെ അല്ല, ഒരാളുടെ പേര് പറയാനില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത്. ശരിയാണ്, അതിന് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഒരു ആശയം ഇങ്ങനെയൊക്കെ കിട്ടിയതാണ്. ആ ആശയം അവർ ഉപയോഗിക്കുന്നു. പക്ഷേ അതിനെ സ്വദേശി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ചില ആശയങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രം. രാഷ്ട്രവിരുദ്ധത ഉദ്ധവ് താക്കറെക്ക് ചാർത്തിക്കൊടുത്തു. ഈ ഉദ്ധവ് താക്കറയുടെ കയ്യിലാണ് മഹാരാഷ്ട്രയുടെ കയ്യും പിടിച്ച് കുറേ കാലം BJP ഭരിച്ചത്. മാത്രമല്ല BJPയും ഉദ്ധവ് താക്കറെയും ബാൽ താക്കറെയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ഉദ്ധവ് താക്കറെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രവിരുദ്ധ ഞാൻ പറഞ്ഞത് ഉദ്ധവ് താക്കറെ ഉടൻ ചാടി പിടിച്ചല്ലോ ഡോക്ടർ അരുൺ. അത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ്. ഞാൻ ഉദ്ധവ് താക്കറെ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ BJP നരേന്ദ്രമോദിയുടെ ഒരു തേർഡ് ടേം വരികയാണെങ്കിൽ, വളരെ അസാധ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെ ഒരു തേർഡ് ടേം വരികയാണെങ്കിൽ ശിവസേനയെ നിരോധിച്ച് കളയും എന്നൊരു അഭിപ്രായം എനിക്കില്ല. RSSനെ നിരോധിച്ച് കളയും എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാര്യം ശിവസേനയോ RSSനെയോ അങ്ങനെ നിരോധിക്കാൻ കഴിയുന്ന രണ്ട് സംഘടന. അതൊരു രാഷ്ട്രീയ പ്രതികരണമാണ്, അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. നഡ്ഡയുടെ പ്രതികരണമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. പോപ്പുലർ ഇന്ത്യ പോലെയുള്ള ഒരു സംഘടനയല്ല RSS. അതുകൊണ്ട് തന്നെ അതിനെ നിരോധിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, എന്തെങ്കിലും സംഭവങ്ങളുടെ പശ്ചാത്തലം വേണമല്ലോ. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ എന്തിനു നിരോധിക്കണം? എന്തിനു നിരോധിക്കണം? ഞാൻ പ്രസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത് മാഡം. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ച കഴിഞ്ഞ 2 വർഷം മുൻപുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുപോലത്തെ ഒരു സംഘടനയല്ല RSS. അല്ല, പോപ്പുലർ ഫ്രണ്ട് എന്താണോ അത് തന്നെയാണ് ഹിന്ദു പക്ഷത്ത്, ഒരു സോക്കോൾഡ് ഹിന്ദു പക്ഷത്ത് RSS ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്കറിയാവുന്നതുപോലെ RSSനെ നിരോധിച്ചിട്ടുള്ളത് ഗാന്ധി വധത്തിന്റെ പേരിലാണ്. പിന്നീട് ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ കാരണക്കാരൻ എന്ന് മാത്രമല്ല, ലിബറാൻ കമ്മീഷൻ 68 സംഘപരിവാർ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപമാണല്ലോ ബാബറി മസ്ജിദിന്റെ തകർച്ച എന്ന് പറയുന്നത്. അവിടെ ഒരു കമ്മീഷൻ, രാജ്യം ഏർപ്പെടുത്തിയ കമ്മീഷൻ 68 സംഘപരിവാർ, അതിൻ്റെ പേരിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. RSS ഇനി നിരോധിക്കപ്പെടില്ല എന്നൊന്നുമില്ല. RSS ഇനിയും നിരോധിക്കപ്പെടും. ഇവിടെ ജനാധിപത്യ സർക്കാരുകൾ ഉണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ കലാപത്തിന് നേരത്തെ ഗാന്ധി വധത്തിൻ്റെ കാര്യത്തിനകത്തോ അല്ലെങ്കിൽ ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലോ പോലെ പങ്കാളിത്തം വഹിക്കാൻ സാധ്യതയുള്ളൊരു സംഘടന എന്നുള്ള നിലയിൽ RSS ഇനിയും നിരോധിക്കപ്പെടാനുണ്ട്. ഇവിടെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് BJPയുമായി ബന്ധം മാറ്റിയിട്ടുണ്ടോ എന്ന്, അറുത്തു മാറ്റാൻ JP നഡ്ഡ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്നും യാദൃച്ഛികം നോക്കുക. RSSുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഒരു BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇങ്ങനെ വായി തോന്നിയത് പറയുന്നതാണോ നമ്മൾ വിചാരിച്ചു വെക്കേണ്ടത്? അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നതല്ല. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തെ അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് കൃത്യമായ രീതിയിൽ നിലപാട് പറയാനാണ്. ഇവിടെ കളിയും കൊണ്ട് വരണ്ട, നമുക്ക് ചില പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് 272 എന്നതുമായി കണക്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 2025 സെപ്റ്റംബർ മാസത്തിൽ 75 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച തീരുമാനമായിരിക്കും. ഏതായാലും ഇത് 2 ഗുജറാത്തികളുടെ കയ്യിൽ അകപ്പെട്ടിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഇറിറ്റേഷൻ ഇപ്പോൾ BJPയോടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം അങ്ങനെ തെളിവ് വരുന്ന സംഘടനയല്ല RSS. മാത്രമല്ല RSSന് ഒരു ഔദ്യോഗിക മെമ്പർഷിപ്പ് വിതരണമോ ഒരു സംഘടന പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ല. ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ലാത്തൊരു സംഘടനയാണ് RSS എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിസ്ട്രേഷൻ ഇല്ല. അല്ല, അവരിപ്പോൾ പറയും അവരുടെ ഈ പറയുന്ന, നേരത്തെ പറഞ്ഞല്ലോ 60,000-ഓളം ശാഖകളുണ്ട്. ഇന്നിപ്പം ലോകത്ത് ഈ നിലയിൽ വളർന്നു പന്തലിച്ചിട്ടുള്ള ഒരു വലതുപക്ഷ സംഘടനയും ഇല്ല കേട്ടോ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിലും അത് ഒരു ഇടതുപക്ഷ സംഘടനയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാം. ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ഇത്രയധികം വളർന്നു പന്തലിച്ച മറ്റൊരു, ഇപ്പോൾ നമ്മൾ ഫാഷിസ്റ്റുകളുടെയും നാസിസ്റ്റുകളെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ അതൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വർഗീയ വലതുപക്ഷ അർദ്ധസൈനിക വിഭാഗം ലോകത്ത് വേറെയില്ല.
Meet the editors.